ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് യെശയ്യാ 44:8. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല. നിന്നെക്കുറിച്ച് നിന്റെ ദൈവം പറയുക മാത്രമല്ല, അവിടുന്ന് പ്രഖ്യാപിക്കുകയുമാണ് നീ അവിടുത്തെ സാക്ഷിയെന്ന്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഇത് ദൈവം പണ്ടേ തീരുമാനിച്ചതാ. അതാണിന്ന് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് മാറ്റി എഴുതാൻ ആർക്കും സാധിക്കുകയില്ല. എങ്കിൽ എന്തിന് ഭയപ്പെടണം? തിരുവചനം പറഞ്ഞു തരുന്നു, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ല, മറ്റൊരു ഉന്നത ശിലയുമില്ല. ആ ദൈവത്തിൽ വിശ്വസിക്കാം, ആശ്രയിക്കാം, അവിടുത്തേതായി നിൽക്കാം, അവിടുത്തെ സാക്ഷിയായി നിൽക്കാം. അതൊരനുഗ്രഹമല്ലേ? ആ തിരഞ്ഞെടുപ്പ് നമുക്ക് ലഭിച്ചെങ്കിൽ ആ സന്നിധിയിൽ അത്രത്തോളം നമ്മൾ വിലപ്പെട്ടവരല്ലേ? ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, കർത്താവ് പറയുന്നു. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.